ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ആചാര്യ അക്കാഡമി. 2025 ജൂലൈ സെറ്റ് എക്സാമിനുള്ള രജിസ്ട്രേഷൻ നാളെ മുതൽ അഥവാ ഏപ്രിൽ 28 മുതൽ ആരംഭിക്കുകയാണ്. അതിനെ സംബന്ധിച്ച് ന്യൂസ് പേപ്പറിൽ വന്നിട്ടുള്ള ഒരു ഇൻഫർമേഷൻ ഷെയർ ചെയ്യുന്നതിന് വേണ്ടിയാണ് ഇന്നത്തെ വീഡിയോ. അത് നമുക്ക് എന്താണ് സെറ്റ് എക്സാമിൻ്റെ ആവശ്യകത എന്ന് നോക്കാം. ഹയർ സെക്കൻഡറി, നോൺ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി അധ്യാപക നിയമനത്തിനുള്ള സ്റ്റേറ്റ് എലിജിബിലിറ്റി ടെസ്റ്റിന് ജൂലൈ 2025 ഏപ്രിൽ 28 മുതൽ അപേക്ഷിക്കാം. അപ്പോൾ HSST, VHSC പോലുള്ള അധ്യാപക നിയമന തസ്തികകളിലോട്ട് അപേക്ഷിക്കേണ്ട ഉദ്യോഗാർത്ഥി സെറ്റ് എക്സാം ക്വാളിഫൈ ചെയ്തിരിക്കണം. 2026 HSST മാത്തമാറ്റിക്സ് ഉൾപ്പെടെയുള്ള HSST എക്സാംസിൻ്റെ നോട്ടിഫിക്കേഷൻ വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതിന് മുൻപായിട്ടുള്ള വളരെ നിർണായകമായിട്ടുള്ള സെറ്റ് എക്സാംസ് ആണ്. അതുകൊണ്ട് തന്നെ എല്ലാവരും അപ്ലൈ ചെയ്യുക കേട്ടോ. അപേക്ഷ 28 മുതലാണ് ആരംഭിക്കുന്നത്. രജിസ്ട്രേഷൻ 28 മുതൽ ആരംഭിക്കും. LBS സെൻറ്റർ ഫോർ സയൻസ് ആൻഡ് ടെക്നോളജിയാണ് പരീക്ഷ നടത്തുന്നത്. www.lbscenter.kerala.gov.in എന്ന വെബ്സൈറ്റ് വഴി മെയ് 28 വൈകിട്ട് 5 വരെ അപേക്ഷിക്കാം. ഓക്കെ, അപ്പോൾ ഏപ്രിൽ 28 മുതൽ മെയ് 28 വരെയാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത്. മെയ് 28 വൈകിട്ട് 5 മണി വരെ സമയമുണ്ട്. ഓക്കെ, അതിനുള്ളിൽ എല്ലാവരും തന്നെ യോഗ്യതയുള്ള എല്ലാവരും അപ്ലൈ ചെയ്യുക. ഓക്കെ, ഇനി നമുക്കതിൻ്റെ യോഗ്യത എന്താണെന്ന് നോക്കാം. ബിരുദാനന്തര ബിരുദ പരീക്ഷയിൽ 50% കുറയാതെ മാർക്ക് അല്ലെങ്കിൽ തത്തുല്യ ഗ്രേഡും BEഡുമാണ് അടിസ്ഥാന യോഗ്യത. ഓക്കെ, അപ്പോൾ PGക്ക് 50% മിനിമം 50% മാർക്ക് വേണം. അതുപോലെ BEഡ് യോഗ്യതയുള്ളവരാണ്. BEഡും ആണ് ഇതിൻ്റെ യോഗ്യത. ഓക്കെ, പിന്നെ പലർക്കും ഉള്ള സംശയമാണ് BEഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് സെറ്റ് എക്സാം അപ്ലൈ ചെയ്യാവോ എന്ന്. അപ്പോൾ BEഡ് ചെയ്യുന്നവരാണെങ്കിൽ 3rd സെമ്മിലോട്ട് സെക്കൻഡ് ഇയറിലോട്ട് പ്രവേശിച്ചവരായിരിക്കണം. ഓക്കെ, PG കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ സെക്കൻഡ് ഇയറിൽ പ്രവേശിച്ചവരായിരിക്കണം. ഓക്കെ, അല്ലെങ്കിൽ 3rd സെമ്മിലോട്ട് പ്രവേശിച്ചവർക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ PG ചെയ്തുകൊണ്ടിരിക്കുന്നവരാണെങ്കിൽ BEഡ് കംപ്ലീറ്റ് ചെയ്തിരിക്കണം. ഓക്കെ, BEഡ് കംപ്ലീറ്റ് ചെയ്ത് PG അവസാന വർഷക്കാർക്കും അപേക്ഷിക്കാവുന്നതാണ്. ചില പ്രത്യേക വിഷയങ്ങളിൽ ബിരുദാനന്തര ബിരുദമുള്ളവരെ BEഡ് വേണമെന്ന നിബന്ധനയിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. LTTC, DLD തുടങ്ങിയ ട്രെയിനിങ് കോഴ്സുകൾ വിജയിച്ചവരെയും പരിഗണിക്കും. SC/ST വിഭാഗത്തിൽ പെടുന്നവരും PWD വിഭാഗത്തിൽ പെടുന്നവർക്കും ബിരുദാനന്തര ബിരുദത്തിൽ 5% മാർക്കിളവുണ്ട്. ഓക്കെ, അപ്പോൾ ഈ വിഭാഗത്തിൽ പെടുന്നവർക്ക് PG മിനിമം മാർക്ക് വരുന്നത് 45% ആണ്. ഇനി നമുക്ക് ഫീസ് നോക്കാം. ജനറൽ OBC വിഭാഗത്തിൽ പെടുന്നവർക്ക് പരീക്ഷാ ഫീസ് 1300 രൂപയും SC/ST PWD വിഭാഗത്തിൽ പെടുന്നവർക്ക് 750 രൂപയാണ് ഫീസ് വരുന്നത്. ഓക്കെ, ഇനി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, PWD വിഭാഗത്തിലുള്ളവരാണെങ്കിൽ മെഡിക്കൽ സർട്ടിഫിക്കറ്റിൻ്റെ ഗസറ്റഡ് ഓഫീസർ സാക്ഷ്യപ്പെടുത്തിയ പകർപ്പ്, SC/ST വിഭാഗത്തിലുള്ളവർ ജാതി തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റിൻ്റെ ഒറിജിനൽ, OBC നോൺ ക്രിമി ലെയർ വിഭാഗത്തിൽ പെടുന്നവരാണെങ്കിൽ നോൺ ക്രിമി ലെയർ സർട്ടിഫിക്കറ്റിൻ്റെ ഒറിജിനൽ, അതിൻ്റെ ഡേറ്റ് പറയുന്നുണ്ട് 2024 ഏപ്രിൽ 29 2025 ജൂൺ 4 ഇടയിൽ ലഭിച്ചതായിരിക്കണം. എന്നിവ സെറ്റ് പാസ്സാവുന്ന പക്ഷം അപേക്ഷയോടൊപ്പം ഹാജരാക്കേണ്ടതുണ്ട്. ഓക്കെ, ഇവയെല്ലാം ഈ വിഭാഗത്തിൽ പെടുന്നവർ ഈ പറയുന്ന സർട്ടിഫിക്കറ്റ് നിങ്ങൾ ക്വാളിഫൈ ചെയ്യുന്ന സമയത്ത് സർട്ടിഫിക്കറ്റിന് അപ്ലൈ ചെയ്യുമല്ലോ, ആ സമയത്ത് ഇത് ഹാജരാക്കേണ്ടതുണ്ട്. PWD വിഭാഗത്തിൽ പെടുന്നവർക്ക് മാത്രം മെഡിക്കൽ സർട്ടിഫിക്കറ്റിൻ്റെ സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പ് ഓൺലൈൻ അപേക്ഷയോടൊപ്പം ജൂൺ 2 മുൻപായി തിരുവനന്തപുരം LBS സെൻറ്റർ ലഭിക്കത്തക്ക വിധം അത് അയക്കണം. ഓക്കെ, അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. ആചാര്യ അക്കാഡമിയിൽ സെറ്റ് മാത്തമാറ്റിക്സിൻ്റെ ഏറ്റവും പുതിയ ബാച്ച് ആരംഭിച്ചിട്ടുണ്ട്. ക്ലാസ്സുകളെല്ലാം ആചാര്യ ആപ്പ് വഴിയുള്ള റെക്കോർഡഡ് വീഡിയോ ക്ലാസ്സുകളായിരിക്കും. അതിന് പുറമെ PDF സ്റ്റഡി മെറ്റീരിയൽസ്, ടോപ്പിക് വൈസ് ടെസ്റ്റുകൾ, വാട്സപ്പ് ഗ്രൂപ്പ് വഴിയുള്ള സ്റ്റഡി പ്ലാൻ, പിന്നെ അതുപോലെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ, ഡൗട്ട് ക്ലിയറൻസ് എന്നിവയെല്ലാം അവൈലബിൾ ആണ്. ടോട്ടൽ ഫീസ് വരുന്നത് 1500 ആണ്. ജനറൽ ഇൻക്ലൂഡഡ് ആണ്. ഇനി മറ്റ് സബ്ജക്റ്റുകാർക്ക് ജനറൽ സബ്ജക്റ്റ് മാത്രമായിട്ട് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതിന് ഫീസ് വരുന്നത് 499 ആണ്. അപ്പോൾ ക്ലാസ്സിനെ കുറിച്ച് കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിനായി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സപ്പ് വഴി കോൺടാക്റ്റ് ചെയ്യാം. താങ്ക്